വീണ്ടും ഈ 3 മിനിറ്റ് ഒരു ചെറിയ സന്ദേശം നിങ്ങൾക്ക് തരുന്ന ഇതാണ്. ബാപ്റ്റിസ്റ്റ് ജോൺ, യോഹന്നാൻ സ്നാപകൻ ജനത്തോട് പറയുന്നുണ്ട്, അബ്രഹാം പിതാവായിരിക്കുന്നു നിങ്ങളുടെ ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. ഈ കല്ലിൽ നിന്ന് നിനക്ക് തലമുറ ഉളവാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്. എനിക്ക് ഒന്നും കാണുന്നില്ല, സാധ്യതകളൊന്നും ഞാൻ കാണുന്നില്ല ബ്രദർ, പാസ്റ്റർ, എല്ലാം ഞാൻ കാണുന്ന പരാജയമാണ്. ആ പരാജയമായ കല്ലെന്ന് ഉദ്ദേശിക്കുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിലെ കല്ല് 100 വയസ്സ് വരെ കുട്ടികളില്ലായിരുന്നു. ആ കല്ലിൽ നിന്ന്, ആ അസാധ്യതകളിൽ, ആ തടസ്സങ്ങളിൽ, ആ പരാജയങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോകും. അതൊരു പ്രവചന ശബ്ദമായിട്ട് ഏറ്റെടുത്തിട്ട് അവിടെ തന്നെ, വേറെ ഒന്നുമല്ല. പണ്ട് പലരും എന്നെ നോക്കി പ്രവചിക്കും, നിങ്ങൾ വീണു പോയിടത്ത്, തകർന്നു പോയിടത്ത്, കണ്ണുനീര് വീണ സ്ഥലത്ത്, ഇവിടെ പരാജയപ്പെട്ടു, അവിടെ ദൈവോർത്ത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇവരൊക്കെ ഭംഗിവാക്ക് പറയുക. എൻ്റെ വേർപ്പ് വീണ സ്ഥലത്ത് എന്നെ വിദേശത്ത് ദൈവം വീണ്ടും കൊണ്ടുപോയി. ആ സ്ഥലത്ത് തന്നെ ഞാൻ 10 വർഷം ജോലി ചെയ്ത അതേ സ്ഥലത്ത് തന്നെ എന്നെ ദൈവം, അന്ന് ഞാനൊരു ആർട്ടിസ്റ്റായിട്ട്, ഡെക്കറേറ്റ് എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, എന്നെ പിന്നെ കൊണ്ടുപോകുന്നത് ഒരു ദൈവദാസനായിട്ടാണ്. ഞാൻ ഈ ഷോർട്ട് മെസ്സേജ് ഇവിടെ നിർത്തുമ്പോൾ ഞാൻ വിളിച്ചു പറയാം, ഈ കല്ലിൽ നിന്ന് ദൈവത്തിന് കഴിയും, ദൈവത്തിന് കഴിയും, ദൈവത്തിന് കഴിയും. മനുഷ്യർ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല. നിന്റെ കാര്യങ്ങളുണ്ട്, നാം പാതി ദൈവം പാതി. നമ്മുടെ പ്രവർത്തനങ്ങൾ വേണം, ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ നിനക്ക് ചെയ്യാൻ കഴിയാതെ ദൈവം ചെയ്യും. ഉയർത്തും ദൈവം. ഈ ദൈവം മാനിക്കും. കല്ലാകുന്ന വിഷയം, തടസ്സമായി കിടക്കുന്ന വിഷയങ്ങൾ, ഇനി ഒരു ഉയർച്ച കാണുന്നില്ലെന്ന് പറയുന്ന വിഷയങ്ങൾ, ദൈവത്തിന്റെ കരം വരുമ്പോൾ അത് വളരാൻ പോകും. അത് അത്ഭുതകരമായി മാറാൻ പോകും. അപ്പൊ നീ പറയുന്ന വേറെ ഒന്നും പറയത്തില്ല, ഇങ്ങനെ പറയും, ഇതെങ്ങനെ സംഭവിച്ചു? How did it happen? By Lord's doing marvel among men. അന്നേരം നീ പറയും, ഇതെങ്ങനെയാ സംഭവിച്ചത്? ദൈവത്താലാ സംഭവിച്ചത്. ഈ കല്ലിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്, ശൂന്യതയെന്ന് വിളിച്ചു വരുത്താൻ ദൈവത്തിന് കഴിയും. തലമുറയില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവം നിനക്ക് തലമുറ തരാൻ പോവുക. നീ അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോട്ടെ. കർത്താവ് അമ്മ മറിയയുടെ അടുക്കല് ദൂതൻ വന്നപ്പോൾ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? പുരുഷനെ അറിയാകിയാൽ അത് നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറൽ. പരിശുദ്ധ, when Holy Spirit comes upon you, the power of Moshe shall abide on you. ദൈവത്തിന്റെ ആത്മാവ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ അവസ്ഥകൾ മാറാൻ തുടങ്ങും. ഈ കല്ലിൽ നിന്ന് നീ അസാധ്യം എന്ന് പറഞ്ഞെടുത്ത് ദൈവം പ്രവർത്തിക്കാം. ദൈവം മാനിക്കും. വിശ്വാസത്തോടെ പറയാം, അതേന്ന് പറ, ആമേൻ പറ. കാണുന്നില്ലെങ്കിലും പറയണം, അത് വരും. It will take place surely. Wait for this. ഇത് വരും. ദർശനത്തിന് അവധി വെച്ചിരിക്കും. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. സമയം തെറ്റുകയില്ല. വൈകിയാലും അതിനാ നീ കാത്തിരുന്നോണം. അത് വരും, നിശ്ചയം താമസിക്കത്തില്ല. ലജ്ജിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. മാനിക്കുമെന്ന് ദൈവം പറഞ്ഞ ദൈവം മാനിക്കും. ഈ കല്ലിൽ നിന്ന്, ഈ പ്രശ്നം, ആ കടഭാരത്തിന്റെ നടുവിൽ, ആ വേദനയുടെ നടുവിൽ, ആ പ്രതിസന്ധിയുടെ നടുവിൽ ഇനിയും വഴി തുറക്കത്തില്ലെന്ന് പറഞ്ഞിടത്ത് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ആമേൻ.